ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, പുതിയതായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവരാണെങ്കിൽ മുമ്പെടുത്ത ക്ലാസ്സുകൾ തീർച്ചയായിട്ടും കാണുക. തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആവും. നമ്മുടെ പ്ലേലിസ്റ്റ് പോയി ചെക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സിനുള്ള പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പ്ലേലിസ്റ്റുകളും അവിടെ ഉണ്ട്. പവർ ക്യാപ്സ്യൂൾ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ച് നമ്മൾ VFA, കമ്പനി ബോർഡ്, LGS, ബെവ്കോ, LDC പോലുള്ള എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പവർ ക്യാപ്സ്യൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റു പല എക്സാമിനും നല്ല രീതിയിൽ തന്നെ അത് യൂസ്ഫുൾ ആവും. അപ്പോൾ പവർ ക്യാപ്സ്യൂൾ പോയി ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ SCRTയുടെ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് ഒക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്നത് എടുത്ത് നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുക, നല്ല രീതിയിൽ നിങ്ങൾ ഉപകാരപ്പെടുത്തുക. ഫ്രീ ആയിട്ട് അവിടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോന്നും നല്ല രീതിയിൽ തന്നെ കണ്ട് നിങ്ങൾ ഓരോ ക്ലാസ്സുകളും ജസ്റ്റ് കണ്ടാൽ മതി. നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് തന്നെ ഓരോ കാര്യങ്ങളും പഠിക്കും, അവർ ഉറപ്പ് എനിക്കുണ്ട്. അപ്പോൾ ഓരോന്നും നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുക, ക്ലാസ് മിസ്സാക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം. നിലവിൽ നമുക്ക് VFA ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്ത് VFA അപ്ലൈ ചെയ്തിട്ടുണ്ടാവും ഭൂരിഭാഗം ആളുകളും. അപ്പോൾ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് നല്ലൊരു റാങ്കിൽ സമാധാനത്തിൽ പഠിച്ച് എത്തണം എന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ച് ക്ലാസ്സിൽ നിന്ന് തന്നെ ഓരോ കാര്യങ്ങളും പഠിച്ചു പോയി പിന്നെ അതിനുവേണ്ടി സമയം കണ്ടെത്താതെ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ച് ഇഷ്ടപ്പെട്ടു പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടവർ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിൽ അംഗമാവാൻ ശ്രമിക്കുക. അപ്പോൾ വൈകരുത്. ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അധികം ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. പിന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്ഡേറ്റ്സ് എത്രയും പെട്ടെന്ന് കിട്ടും. നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് വരുന്നതും അതുപോലെ തന്നെ കൺഫർമേഷൻ കൊടുക്കാനാവുന്നതൊക്കെ ഞാൻ ടെലഗ്രാമിൽ അറിയിക്കും. അങ്ങനെ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ പുതിയ ബാച്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാം ഞാൻ ടെലഗ്രാമിലാണ് ഇൻഫോം ചെയ്യാറുള്ളത്. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. അവിടെ നമ്മൾ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അധികം ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏത്? ഇനിയും ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ തന്നെ ഒന്ന് പഠിച്ചു വെക്കണം. ഇതേ ചോദ്യവും ഇതേ ഉത്തരം പഠിച്ചു വെച്ചോ. റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് പഠിക്കാം. ഇതെന്തായാലും പഠിച്ചു വെച്ചോ. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? നമുക്കൊക്കെ അറിയാം, അത് KSEB ആണ് അല്ലെ. KSEB ആണ് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം. എപ്പോഴാണ് നിലവിൽ വന്നത് എന്നൊന്ന് അറിഞ്ഞു വെച്ചോ. 1957 1957 മാസം കൂടെ പഠിച്ചാൽ മാർച്ചിലാണ് അല്ലെ. മാർച്ച് ഡേറ്റ് കൂടെ പഠിക്കുക. 1957 മാർച്ച് 31 1957 മാർച്ച് 31 എന്ത് നിലവിൽ വന്നത്? KSEB നിലവിൽ വന്നത്. ആസ്ഥാനം തിരുവനന്തപുരമാണ് അല്ലെ. ആസ്ഥാനം തിരുവനന്തപുരമാണ്. അപ്പൊ 1957 മാർച്ച് 31 KSEB നിലവിൽ വന്നത്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലെ. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. അപ്പൊ അതും പഠിച്ചു വെക്കുക. അപ്പൊ 1957 മാർച്ച് 31 നിലവിൽ വന്നത്. വർഷം മറക്കരുത്. 1957 മാർച്ച് 31 എന്തിൽ നിലവിൽ വന്നത്? KSEB നിലവിൽ വന്നു അല്ലെ. KSEB നിലവിൽ വന്നത് 1957 മാർച്ച് 31. ഓക്കെ, 1957 മാർച്ച് 31. ഇതുമായി ബന്ധപ്പെടുന്ന നമുക്ക് ഒരു കാര്യം കൂടെ പഠിക്കാം. മുമ്പ്, അതായത് ഇലക്ട്രിസിറ്റി സമരം നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇലക്ട്രിസിറ്റി സമരം നടന്ന വർഷം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ അതെപ്പോഴാണ്? 1936 ഇതുകൂടെ പഠിച്ചു വെച്ചോ. 1936 തൃശ്ശൂർ ജില്ലയിലാണ് അല്ലെ. തൃശ്ശൂർ ജില്ലയിലാണ് ഇലക്ട്രിസിറ്റി സമരം നടന്നത്. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെയാണ്? 1936 എവിടെ വെച്ചിട്ടാണ് നടന്നത്? തൃശ്ശൂർ ജില്ലയിൽ വെച്ചിട്ടാണ്. സെപ്റ്റംബർ മാസത്തിലാണ് അല്ലെ നടന്നത്. 1936 വർഷം എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. ചോദ്യം വരാറുണ്ട് അല്ലെ. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്ന അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സമരം നടന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ 1936. അപ്പൊ ഏതൊക്കെ വർഷം പഠിച്ചു? 1936 ഇലക്ട്രിസിറ്റി സമരം നടന്നത്. സെപ്റ്റംബറിലാണ്. മാസം പഠിച്ചു വെച്ചാൽ മതി. പിന്നെ ഏത് ജില്ലയിലാണെന്നും പഠിച്ചു വെച്ചോ. തൃശ്ശൂർ ജില്ലയിലാണ് നടന്നത്. എപ്പോഴാണ്? 1936. ഈ 1936 മറ്റൊന്നും കൂടെ നമുക്ക് പഠിക്കാണ്ട്. കേരളത്തിലെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഒരു സംഭവം നടന്നിട്ടുണ്ട്. എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരം നടന്നതും 1936. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. ആധുനിക തിരുവിതാംകൂറിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതും ഈ ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അത് നടന്നത് എപ്പോഴാണ്? 1936.
1936 ഇലക്ട്രിസിറ്റി സമരം, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സമരം ചോദ്യം വരും 1936 1936 പിന്നെ നമ്മൾ പഠിച്ച വർഷം 1957 അതിൽ ഡേറ്റ് നമ്മൾ പഠിച്ചിട്ട് 1957 മാർച്ച് 31 മാർച്ച് 31 എന്ത് നിലവിൽ വന്നു? KSEB നിലവിൽ വന്നു അല്ലെ. KSEB നിലവിൽ വന്നത് 1957 മാർച്ച് 31 ഇലക്ട്രിസിറ്റി സമരം നടന്നത് 1936 പ്രശസ്തമായ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് 1936 അത് നമ്മൾ പഠിച്ചു വെക്കുക. 1936 ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് 1936. എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? എന്താണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനാണെന്ന് ചോദ്യം വരാറുണ്ട്. ക്ഷേത്ര പ്രവേശന വിളംബരത്തെയാണ്. ആധുനിക തിരുവിതാംകൂറിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്തെന്നും ചോദ്യം വരാറുണ്ട്. അതും ക്ഷേത്ര പ്രവേശന വിളംബരമാണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ അത് 1936. അടുത്തത് നോക്കാം. കേരളത്തിലെ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ മൂലധന നിക്ഷേപം അടിസ്ഥാനമാക്കി മുന്നിലുള്ളത് അതിന്റെ ഒരു ഓർഡർ നമുക്ക് നോക്കാം. ആദ്യം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ്, അതായത് KSEB ആണ് മൂലധന നിക്ഷേപം അടിസ്ഥാനമാക്കി മുന്നിലുള്ളത്. ഏതാണ്? KSEB ആണ്. രണ്ടാമത് കേരള വാട്ടർ അതോറിറ്റിയാണ് മൂലധന നിക്ഷേപം കണക്കിലാക്കി രണ്ടാമതായിട്ടുള്ളത്. പിന്നെ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡാണ് മൂന്നാമത്. അപ്പൊ ഏതൊക്കെയാണ്? ആദ്യം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, അതായത് KSEB, കേരള വാട്ടർ അതോറിറ്റി, പിന്നെ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ്. അങ്ങനെയാണ് ഓർഡർ. ഇനി അടുത്തത് വിറ്റുവരവ് അടിസ്ഥാനമാക്കി മുന്നിലുള്ളത്, അതായത് വിറ്റുവരവ് അടിസ്ഥാനമാക്കി അതിന്റെ ഓർഡർ നോക്കാം. അതിലും ആദ്യം KSEB ആണ്, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ്. കേരള സ്റ്റേറ്റ് ബീവറേജ് കോർപ്പറേഷൻ ആണ് രണ്ടാമത് അല്ലെ, നമുക്കറിയാം. കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷൻ ആണ് രണ്ടാമതുള്ളത്. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ് മൂന്നാമതുള്ളത്. മൂന്നാമത് ഏതാണ്? കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. രണ്ടാമത് കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷൻ. ഒന്നാമത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. ഇവിടെയും ഒന്നാമത്, അതായത് മൂലധന നിക്ഷേപം അടിസ്ഥാനമാക്കിയും ഒന്നാമത് കടക്കുന്നതാരാണ്? രണ്ടിലും KSEB ആണ് ഒന്നാമത് കടക്കുന്നത് പഠിച്ചു വെക്കുക. KSEB നിലവിൽ വന്ന വർഷം മറക്കരുത്. ആ വർഷമാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ഉള്ളത്. 1957 മാർച്ച് 31. അതിന് കൂടെ തന്നെ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്, ഇലക്ട്രിസിറ്റി സമരം നടന്നത് 1936. അടുത്തത് നോക്കാം. മെമ്മറി ഉപകരണങ്ങളുടെ കാര്യത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത് ഏതാ നോക്കാം. മെമ്മറി ഉപകരണങ്ങൾ പ്രോസസ്സിങ്ങിനായി ഡാറ്റയും നിർദ്ദേശങ്ങളും സംഭരിക്കാൻ ഉപയോഗിക്കുന്നു. ശരിയാണ്. പ്രൈമറി മെമ്മറി വേഗമേറിയതാണെങ്കിലും ഇതിന് സാധാരണയായി സെക്കൻഡറി മെമ്മറിയെ അപേക്ഷിച്ച് ചെറിയ സംഭരണ ശേഷി മാത്രമേ ഉള്ളൂ. അതും എന്താണ്? ശരിയാണ്. റോമും ഫ്ലാഷ് മെമ്മറിയും ഹാർഡ് ഡ്രൈവുകളും നോൺ വാലറ്റൈൻ മെമ്മറിയുടെ ഉദാഹരണങ്ങളാണ്. അതും എന്താണ്? ശരിയാണ്. ഇപ്പൊ പറഞ്ഞ മൂന്നെണ്ണം എന്താണ്? ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ D ആണ് നമ്മുടെ ഉത്തരം. മുകളിൽ പറഞ്ഞവയെല്ലാം. ഇനി നമുക്ക് പോയിന്റ്സ് നോക്കാം. മെമ്മറി യൂണിറ്റ് ഇൻപുട്ട് ഉപകരണങ്ങൾ വഴി കമ്പ്യൂട്ടറിൽ എത്തുന്ന വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ സഹായിക്കുന്ന കമ്പ്യൂട്ടറിലെ യൂണിറ്റ് ആണ് മെമ്മറി യൂണിറ്റ്. ബേസിക് ആണ് അല്ലെ. എന്താണ്? ഇൻപുട്ട് ഉപകരണങ്ങൾ വഴി കമ്പ്യൂട്ടറിൽ എത്തുന്ന വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ സഹായിക്കുന്ന കമ്പ്യൂട്ടറിലെ യൂണിറ്റ് ആണ് ഏത്? മെമ്മറി യൂണിറ്റ്. ഒരു വട്ടം കൂടെ, ഇൻപുട്ട് ഉപകരണങ്ങൾ വഴി കമ്പ്യൂട്ടറിൽ എത്തുന്ന വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ സഹായിക്കുന്ന കമ്പ്യൂട്ടറിലെ യൂണിറ്റ് ആണ് എന്ത്? മെമ്മറി യൂണിറ്റ് എന്നറിയപ്പെടുന്നത്. എന്താണ്? മെമ്മറി യൂണിറ്റ് ആണ്. മെമ്മറി യൂണിറ്റ്. അടുത്തത്, മദർ ബോർഡിൽ സ്ഥിതി ചെയ്യുന്നതും പ്രോസസറുമായി നേരിട്ട് ബന്ധപ്പെടുന്നതുമായ മെമ്മറിയാണ് പ്രാഥമിക മെമ്മറി. അതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? റാം, റോം, അതുപോലെ തന്നെ ക്യാഷ് മെമ്മറി എന്നിവയ്ക്ക് ഏതിന് ഉദാഹരണമാണ്? മദർ ബോർഡിൽ സ്ഥിതി ചെയ്യുന്നതും പ്രോസസറുമായി നേരിട്ട് ബന്ധപ്പെടുന്നതുമായ മെമ്മറിയായ പ്രാഥമിക മെമ്മറി അഥവാ പ്രൈമറി മെമ്മറിക്ക് ഉദാഹരണങ്ങളാണ് റാം, റോം, അതുപോലെ തന്നെ ക്യാഷ് മെമ്മറി എന്നിവ. സ്ഥിരമായി വിവരങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതും പ്രോസസറുമായി പ്രാഥമിക മെമ്മറിയിലൂടെ മാത്രം വിവരങ്ങൾ കൈമാറുന്നതുമായ മെമ്മറിയാണ് ദ്വിതീയ മെമ്മറി. ഏതാണ്? ദ്വിതീയ മെമ്മറി. അതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? മാഗ്നറ്റിക് ടാപ്പുകൾ, ഹാർഡ് ഡിസ്കുകൾ, CD, അതുപോലെ തന്നെ DVD, ബ്ലൂറേ ഡിസ്കുകൾ, അതുപോലെ തന്നെ USB, ഫ്ലാഷ് മെമ്മറി. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണമാണ്, അഥവാ ദ്വിതീയ മെമ്മറിക്ക് ഉദാഹരണങ്ങളാണ്. ഒരു വട്ടം കൂടെ, സ്ഥിരമായി വിവരങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതും പ്രോസസറുമായി പ്രാഥമിക മെമ്മറിയിലൂടെ മാത്രം വിവരങ്ങൾ കൈമാറുന്നതുമായ മെമ്മറിയാണ് ദ്വിതീയ മെമ്മറി അഥവാ സെക്കൻഡറി മെമ്മറി. മാഗ്നറ്റിക് ടാപ്പുകൾ, ഹാർഡ് ഡിസ്കുകൾ, CD, അതുപോലെ തന്നെ DVD, ബ്ലൂറേ ഡിസ്കുകൾ, USB അല്ലെ.
നമ്മുടെ USB അറിയാലോ, USB അതുപോലെ തന്നെ ഫ്ലാഷ് മെമ്മറി. ഏതാ സംഭവം മനസ്സിലായല്ലോ? ഹാർഡ് ഡിസ്ക് ഒക്കെ എന്തിനു ഉപയോഗിക്കുന്നതാണ് മനസ്സിലായി. ഇതൊന്നും എന്തല്ല, ഈ ഹാർഡ് ഡിസ്ക്, USB, CD ഇതൊന്നും എന്തല്ല, പ്രൈമറി മെമ്മറി അല്ല. ഓക്കെ, പ്രൈമറി മെമ്മറിക്ക് ഉദാഹരണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ റാം, റോം, അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക കാഷ് മെമ്മറി എന്നിവയൊക്കെയാണ് എന്തിനു ഉദാഹരണം? പ്രൈമറി മെമ്മറിക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണങ്ങളാണ് മാഗ്നറ്റിക് ടേപ്പുകൾ. നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്തൊക്കെയാണ്? ഒന്ന് ഹാർഡ് ഡിസ്കുകൾ നമുക്കറിയാം, അതുപോലെ തന്നെ CD, DVD, പിന്നെ ബ്ലൂറേ ഡിസ്കുകൾ, USB, ഫ്ലാഷ് മെമ്മറി, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ഇതൊക്കെ സെക്കൻഡറി അഥവാ ദ്വിതീയ മെമ്മറിക്ക് ഉദാഹരണങ്ങളാണ്. അപ്പൊ പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും മനസ്സിലാക്കി പഠിച്ചു വെക്കുക. പവർ ഓഫ് ചെയ്യുമ്പോൾ ഡാറ്റ നഷ്ടമാകാത്ത മെമ്മറി നോൺ വോളറ്റൈൽ മെമ്മറി എന്നും നഷ്ടമാകുന്ന മെമ്മറി വോളറ്റൈൽ മെമ്മറി എന്നും അറിയപ്പെടുന്നു. ഒരു വട്ടം കൂടെ, പവർ ഓഫ് ചെയ്യുമ്പോൾ ഡാറ്റ നഷ്ടമാകാത്ത മെമ്മറിയാണ് നോൺ വോളറ്റൈൽ മെമ്മറി. ഇനി ഡാറ്റ നഷ്ടമാകുന്ന, പവർ ഓഫ് ചെയ്യുമ്പോൾ ഡാറ്റ നഷ്ടമാകുന്ന മെമ്മറിയാണ് വോളറ്റൈൽ മെമ്മറി എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ രണ്ടും മനസ്സിലായല്ലോ. പവർ ഓഫ് ചെയ്യുമ്പോൾ ഡാറ്റ നഷ്ടമാവില്ല, നോൺ വോളറ്റൈൽ. പവർ ഓഫ് ചെയ്താൽ അതിന്റെ ഡാറ്റ നഷ്ടമാവും, വോളറ്റൈൽ മെമ്മറി. ഓക്കെ, റാമിൽ നിന്ന് ഹാർഡ് ഡിസ്കിലേക്ക് വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് സേവിങ്. സിമ്പിൾ ആണ്. റാമിൽ നിന്ന് ഹാർഡ് ഡിസ്കിലേക്ക് വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്നു, അത് സേവ് ചെയ്ത് വെക്കുന്നു. നമുക്കറിയാം, അത് സേവ് ചെയ്ത് വെക്കുകയാണ് അല്ലെ. റാമിൽ നിന്ന് നമ്മുടെ ഹാർഡ് ഡിസ്കിലേക്ക് അത് സേവ് ചെയ്ത് വെക്കുകയാണ്, സുരക്ഷിതമായി നമ്മൾ സേവ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഓക്കെ, അപ്പൊ റാമിൽ നിന്ന് ഹാർഡ് ഡിസ്കിലേക്ക് വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കുക, സേവിങ് എന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അതിൽ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞു വെക്കുക. അതുമായി ബന്ധപ്പെട്ട അതേ ചോദ്യം അതുപോലെ തന്നെ ഒന്ന് അറിഞ്ഞു വെക്കുക. സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. എന്താണ് വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ഉദ്ദേശമായി കണക്കാക്കുന്നത്? എന്തൊക്കെയാണ്? ഓരോ പൊതു അധികാര സ്ഥാനത്തിന്റെ പ്രവർത്തനത്തിൽ സുതാര്യവും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്നത്. ഇല്ലേ, പ്രവർത്തനത്തിൽ സുതാര്യവും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്നതിന് അതൊരു പ്രധാന ലക്ഷ്യമാണ്. വിവരാവകാശത്തിന്റെ പ്രായോഗിക ഭരണക്രമം പ്രതിപാദിക്കുന്നതിനും പൊതു അധികാര സ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിൽ പൗരന്മാർക്ക് വിവരം പ്രാപ്യമാക്കുന്നതിനും. ഓക്കെ, ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും ശരിയാണ്. അടുത്തത്, അതെ, A and B ഉത്തരമായി എടുക്കാവുന്നതാണ് അല്ലെ. എയും ബിയും ഉത്തരമായിട്ട് എടുക്കാം. എന്താണ് നമ്മൾ പറഞ്ഞത്? ഓരോ പൊതു അധികാര സ്ഥാനത്തിന്റെ പ്രവർത്തനത്തിൽ സുതാര്യവും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്നതിന്, പിന്നെ ഒന്ന് വിവരാവകാശത്തിന്റെ പ്രായോഗിക ഭരണക്രമം പ്രതിപാദിക്കുന്നതിനും പൊതു അധികാര സ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിൽ കീഴിൽ പൗരന്മാർക്ക് വിവരം പ്രാപ്യമാക്കുന്നതിനുമാണ് എന്ത്? വിവരാവകാശ നിയമം. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണ്. എന്നാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്? വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005 ഒക്ടോബർ 12 ആണ് അല്ലെ. 2005 ഒക്ടോബർ 12 ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന ഏതാണ്? വിവരാവകാശ നിയമമാണ്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് എന്താണ്? ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് നമ്മുടെ വിവരാവകാശ നിയമമാണ്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നു. എന്നാണ് നിലവിൽ വന്നത്? 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നത്. ഇന്ത്യയിൽ ആദ്യം വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന സംസ്ഥാനം ഏതെന്ന് ചോദ്യം വന്ന അതേതാണ്? തമിഴ്നാടാണ് കേട്ടോ, തമിഴ്നാടാണ്. ഓക്കെ, ഇതും പഠിച്ചു വെക്കുക. തമിഴ്നാട്ടിലാണ് ആദ്യം പ്രാബല്യത്തിൽ വന്നത്. നിലവിൽ വന്ന വർഷം 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12. ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അടുത്ത നോക്കാം. വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന തീയതി നമ്മളിപ്പോ പഠിച്ചു. 2005 ഒക്ടോബർ 12 അല്ലെ. 2005 ഒക്ടോബർ 12 എന്ത് നിലവിൽ വന്നത്? വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത്. വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണ്? സർക്കാർ സ്ഥാപനങ്ങളുടെയും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളുടെയും വിശ്വസ്തതയും സുതാര്യതയും വർദ്ധിപ്പിക്കുക, അഴിമതി ഇല്ലാതാക്കുക അല്ലെ, അഴിമതി ഇല്ലാതാക്കുക, ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉറപ്പുവരുത്തുക. പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങളൊന്ന് പഠിച്ചു വെച്ചോ. സർക്കാർ സ്ഥാപനങ്ങളുടെയും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളുടെയും വിശ്വസ്തതയും സുതാര്യതയും വർദ്ധിപ്പിക്കുക, അഴിമതി ഇല്ലാതാക്കുക. എന്താണ്? അഴിമതി ഇല്ലാതാക്കുക, ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉറപ്പുവരുത്തുക.
അടുത്തത് വിവരങ്ങൾ ജനാധിപത്യത്തിന്റെ നാണയങ്ങളാണ് എന്ന് പ്രസ്താവിച്ച വ്യക്തി അല്ലെ എന്ന് പറഞ്ഞത് ആരാണ്? തോമസ് ജെഫേഴ്സൺ ആണ് അല്ലെ. തോമസ് ജെഫേഴ്സൺ ആണ് അല്ലെ. തോമസ് ജെഫേഴ്സൺ വിവരങ്ങൾ ജനാധിപത്യത്തിന്റെ നാണയങ്ങളാണ് എന്ന് പ്രസ്താവിച്ച വ്യക്തിയാണ് തോമസ് ജെഫേഴ്സൺ. ഈ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയവർ ആരാന്ന് ചോദിച്ചാൽ തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരാണ്. അപ്പൊ അത് പഠിച്ചു വെക്കണം അല്ലെ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഓക്കെ, ഇനി അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജെയിംസ് മാഡിസൺ ആണ് അല്ലെ. ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന അല്ലെ. അമേരിക്കൻ ഭരണഘടനയാണ് ലോകത്തിലെ ആദ്യ ലിഖിത ഭരണഘടന. ഏറ്റവും വലിയ ലിഖിത ഭരണഘടന അത് നമ്മുടെ ഇന്ത്യയുടേതാണ് അല്ലെ. ഇന്ത്യയുടേതാണ് ഏറ്റവും വലിയ ലിഖിത ഭരണഘടന. പഠിച്ചു വെക്കുക. ഓക്കെ, ആമുഖം എന്ന ആശയം കടമെടുത്ത ലിഖിത ഭരണഘടന അമേരിക്കയിൽ നിന്നാണ് നമുക്കറിയാം. ആമുഖം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നതൊക്കെ അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? അത് ജെയിംസ് മാഡിസൺ ആണ്. ജെയിംസ് മാഡിസൺ. നമ്മളിപ്പോ എന്താ പഠിച്ചത്? സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. അവിടെ കൺഫ്യൂഷൻ വരുന്ന ഒരു പേര് കൂടുണ്ട്, ജെയിംസ് ഓട്ടിസ് ആണ് അല്ലെ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കൺഫ്യൂസിംഗ് ആക്കുന്ന ഒരു പേരാണ് ജെയിംസ് ഓട്ടിസ്. അദ്ദേഹം എന്താണ്? അമേരിക്കയുടെ മുദ്രാവാക്യം അല്ലെ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ഉയർത്തിയത്. എന്താണ് ആ മുദ്രാവാക്യം? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാന്ന് ചോദിച്ചാൽ അത് ജെയിംസ് ഓട്ടിസ് ആണ്. സിമ്പിൾ ആയിട്ട് ഒന്ന് പഠിച്ചാലോ? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ആരെ പറയണം? ജെയിംസ് ഓട്ടിസ് ആണ്. അമേരിക്കൻ ഭരണഘടന അല്ലെ, അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ആരെ പറയണം? അത് ജെയിംസ് മാഡിസൺ ആണ്. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ അത് തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഈ തോമസ് ജെഫേഴ്സനെ കുറിച്ച് നമ്മൾ ഇപ്പൊ എന്താ പഠിച്ചത്? വിവരങ്ങൾ ജനാധിപത്യത്തിന്റെ നാണയങ്ങളാണ് എന്ന് പ്രസ്താവിച്ച വ്യക്തിയാണ് തോമസ് ജെഫേഴ്സൺ. ഇനി ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. വർഷം മാത്രം പഠിച്ചാൽ മതിയോ? വർഷം ചോദ്യം വരാറുണ്ട്. 2005 ചോദ്യം വരാറുണ്ട്. ഡേറ്റ് കൂടെ പഠിച്ചു വെക്കുക. ഒക്ടോബർ 12-നാണ്. ഒക്ടോബർ 12-നാണ്. ഓക്കെ, ഒക്ടോബർ 12-നാണ്. ഓക്കെ, വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് തമിഴ്നാടാണ് അല്ലെ. അത് 1997-ലാണ്. 1997-ലാണ്. ലോകത്തിൽ ആദ്യമായി പാസ്സാക്കിയ ചോദ്യം വരികയാണെങ്കിൽ അത് സ്വീഡൻ ആണ് കേട്ടോ. സ്വീഡൻ ആണ് ലോകത്തിൽ ആദ്യമായി പാസ്സാക്കിയത്. ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ സ്വീഡൻ ആണ്. ഓക്കെ, വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വരാൻ കാരണമായ പ്രസ്ഥാനം അല്ലെങ്കിൽ സംഘടന എന്നൊക്കെ ചോദ്യം വരാറുണ്ട് അല്ലെ. ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ് അല്ലെ. എന്ത് നിലവിൽ വരാൻ കാരണമായത്? വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വരാൻ കാരണമായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടന. മസ്ദൂർ കിസാൻ ശക്തി സംഘടന നിലവിൽ വരാൻ മുൻകൈ എടുത്ത വനിത ചോദ്യം വരാറുണ്ട്. ആരാണ്? അരുണ റോയ് ആണ് അല്ലെ. അരുണ റോയ് ആണ്. ഓക്കെ, അപ്പൊ അതും പഠിച്ചു വെക്കുക. അപ്പൊ ഇതുവരെ ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത് നോക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെയാണ്? സാധനങ്ങൾ വാങ്ങുമ്പോൾ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴോ ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ വളരെ വേഗത്തിലും ലളിതമായ നടപടിക്രമങ്ങളിലൂടെയും കുറഞ്ഞ ചെലവിലും ഉപഭോക്താക്കളെ തർക്കങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുക. ഇതാണ് ആൻസർ വരിക. എ ആവും ആൻസർ വരിക. സ്വയം കുറ്റപ്പെടുത്തൽ മേൽപ്പറഞ്ഞ എല്ലാ ഉത്തരങ്ങളും. ഏതാണ്? എ ആണ് ആൻസർ വരിക. സാധനങ്ങൾ വാങ്ങുമ്പോഴോ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴോ ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക അല്ലെ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. എന്നാൽ പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ് ചോദ്യം വന്നത്? 2020-ലാണ്. 2020 ജൂലൈ 20-നാണ് അല്ലെ. ഈ ഡേറ്റ് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, കൺഫ്യൂഷൻ വരരുത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രാബല്യത്തിൽ വന്ന വർഷം എന്ന് ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ 2019 കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ കൈ പോകും. അപ്പൊ അങ്ങോട്ട് പോകരുത്. 2020 ജൂലൈ 20-നാണ് പ്രാബല്യത്തിൽ വന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രാബല്യത്തിൽ വന്ന തീയതി 2020 ജൂലൈ 20. എപ്പോഴാണ്? 2020 ജൂലൈ 20. 2020 ജൂലൈ 20. ഇന്ന് പഠിച്ച ഡേറ്റുകളൊക്കെ ഓർത്തു വെക്കണം കേട്ടോ. ആദ്യം നമ്മൾ ഏത് പഠിച്ചു? 1957 പഠിച്ചു. എന്തിനാണ് പഠിച്ചത്? 1957 മാർച്ച് 31. എന്തിനു പഠിച്ചു? KSEB നിലവിൽ വന്ന
വർഷമാണെന്ന് പഠിച്ചു. ഡേറ്റുകൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മറന്നു പോകും, അല്ലെങ്കിൽ മാറിപ്പോകും. ഓക്കെ, അപ്പൊ 1957 മാർച്ച് 31 KSEB നിലവിൽ വന്നത്. പിന്നെ അതിന്റെ കൂടെ നമ്മൾ പഠിച്ചു ഇലക്ട്രിസിറ്റി സമരം നടന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് 1936 നമ്മൾ പഠിച്ചു. തൃശ്ശൂർ ജില്ലയിലാണെന്ന് നമ്മൾ പഠിച്ചു. ഈ 1936 തന്നെ മറ്റൊരു കാര്യം കൂടെ നടന്നത് നമ്മൾ പറഞ്ഞു, പ്രധാനപ്പെട്ട ക്ഷേത്ര പ്രവേശന വിളംബരം. എന്താണ് അറിയപ്പെടുന്നത്? ആധുനിക തിരുവിതാംകൂറിലെ മാഗ്ന കാർട്ട എന്നും ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചതെന്നൊക്കെ ചോദ്യം വന്ന ഏതാണ്? ക്ഷേത്ര പ്രവേശന വിളംബരത്തെയാണെന്നും നമ്മൾ പഠിച്ചു. അപ്പൊ അതുവരെ ക്ലിയർ ആയി. പിന്നെ 2005 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? 2005 എന്താണ്? 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12 എന്താണ്? വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. എന്നാൽ തമിഴ്നാട്ടിലാണ് ആദ്യം ഇത് നിലവിൽ വന്നത് അല്ലെ? ആദ്യം പാസ്സാക്കിയത് എവിടെയെന്ന് ചോദ്യം വന്നാൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യം പാസ്സാക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദ്യം വന്നാൽ അത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ വർഷം 1997 പഠിക്കേണ്ടത്. 2005 ഒക്ടോബർ 12 ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നതെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ഇവിടെ പഠിച്ചു 2020 ജൂലൈ 20 നമ്മൾ പഠിച്ചു. 2020 ജൂലൈ 20. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രാബല്യത്തിൽ വന്നത് 2020 ജൂലൈ 20 സിമ്പിൾ അല്ലേ? 2020 ജൂലൈ 20. അവിടെ രണ്ടിലും 20 ഉണ്ട്. 2020 ജൂലൈ 20, 2020 ജൂലൈ 20. അതിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിച്ചു. 2020 ജൂലൈ 20. ഈ രണ്ട് 20കളെയും കണക്ട് ചെയ്ത് പഠിച്ചു. ഇതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു കാര്യം ഉണ്ടല്ലോ, ഇതുപോലെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റിയത് 1524. ഇവിടെയും ഒരു 24 ഉണ്ട്. ഡിസംബർ 24. 1524 ഡിസംബർ 24. എന്താണ് 1524 ഡിസംബർ 24 എന്താണ് ഉണ്ടായത്? വാസ്കോഡഗാമ അന്തരിച്ച ദിവസമാണ് അല്ലെ? കേരളത്തിൽ വെച്ചിട്ടാണ് വാസ്കോഡഗാമ അന്തരിച്ചത്. 1524. അവിടെ ഒരു 24, ഡിസംബർ 24. ഇവിടെയും ഒരു 24. അതുപോലെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റിയതാണ് വാസ്കോഡഗാമയുടെ രണ്ടാം കേരള സന്ദർശനം അല്ലെ? വാസ്കോഡഗാമ രണ്ടാമതായിട്ട് കേരളത്തിൽ എത്തിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1502. 1502. അപ്പൊ അവിടുന്ന് കണക്ട് ചെയ്യാം. 1502 അത് രണ്ടാമതായിട്ട് കേരളം സന്ദർശിച്ചാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ എടുത്ത് കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ 2020 ജൂലൈ 20. അപ്പോൾ ഇതുപോലെ കണക്ട് ചെയ്ത് പഠിക്കാം. നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു? 1524 ഡിസംബർ 24. അതെന്താണ് ഡേറ്റ്? 1524 ഡിസംബർ 24 വാസ്കോഡഗാമ അന്തരിച്ചത്. അത് ഇമ്പോർട്ടന്റ് ആയത് എന്തുകൊണ്ടാണ്? വാസ്കോഡഗാമ കേരളത്തിൽ വെച്ചിട്ടാണ്, കൊച്ചിയിൽ വെച്ചിട്ടാണ് വാസ്കോഡഗാമ അന്തരിച്ചത് എന്ന് പഠിച്ചു വെക്കുക. എന്ത് രോഗം ബാധിച്ചിട്ടാണെന്നും കൂടെ പഠിച്ചു വെച്ചോ. മലേറിയ ബാധിച്ചിട്ടാണ് കേട്ടോ. മലേറിയ ബാധിച്ചാണ് വാസ്കോഡഗാമ അന്തരിച്ചത്. എന്ത് രോഗമാണ്? മലേറിയ ബാധിച്ച് കേരളത്തിൽ വെച്ചിട്ടാണ് വാസ്കോഡഗാമ അന്തരിച്ചത്. വാസ്കോഡഗാമ കേരളത്തിൽ വെച്ചിട്ടാണ് അന്തരിച്ചതെന്ന് പലർക്കും അറിയാത്ത കാര്യമാണ്. അപ്പൊ പഠിച്ചു വെക്കുക. മലേറിയ ബാധിച്ച് കേരളത്തിൽ വെച്ചിട്ടാണ് വാസ്കോഡഗാമ അന്തരിച്ചത്. എന്നാണ് അന്തരിച്ചത്? എങ്ങനെ പഠിച്ചു വെക്കണം? 1524 വർഷം പഠിച്ചാൽ അതിൽ ഡേറ്റും കിട്ടും. രണ്ടിലും 24 ഉണ്ട്. ഡിസംബർ 24 അല്ലെ? 1524 ഡിസംബർ 24. അതിനുശേഷം വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തത് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് അല്ലെ? കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് അടക്കം ചെയ്തത്. പിന്നീട് അത് ലിസ്ബണിലേക്ക് കൊണ്ടുപോയി. അതറിയോ? വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം പിന്നീട് ഇവിടുന്ന് എടുത്ത് ലിസ്ബണിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പോർച്ചുഗലിലെ ലിസ്ബണിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നിലവിലുള്ളത് ജെറോണിമസ് കത്തീഡ്രൽ എന്ന പള്ളിയിലാണ് അല്ലെ? അവിടെയാണ് ഇപ്പോൾ അടക്കം ചെയ്തിട്ടുള്ളത്. അത് 1539 ലിസ്ബണിലേക്ക് കൊണ്ടുപോയതെന്നും പഠിച്ചു വെക്കുക. അപ്പൊ ഈ വർഷവും പഠിക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് പഠിച്ച വർഷങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ. വാസ്കോഡഗാമ അന്തരിച്ചത് 1524 ഡിസംബർ 24 1502 വാസ്കോഡഗാമ രണ്ടാമതായിട്ട് കേരളം സന്ദർശിച്ചത്. അപ്പൊ ആദ്യം കേരളം സന്ദർശിച്ചത് പഠിക്കണ്ടേ? അത് 1498. ആദ്യം കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത് 1498 മെയ് 20. ഓക്കെ, 1498 മെയ് 20. രണ്ടാമതായിട്ട് 1502 മൂന്നാമതായിട്ട് 1524 അങ്ങനെ 1524 ഡിസംബർ 24 അദ്ദേഹം അന്തരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ വാസ്കോഡഗാമയുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇവിടെ എന്താ പഠിച്ചു? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രാബല്യത്തിൽ വന്ന തീയതിയാണ് ജൂലൈ 20. 2020 ജൂലൈ 20. അപ്പൊ 2020 ഇത് കണക്ട് ചെയ്ത് നമ്മൾ 2020 ഇങ്ങനത്തെ കണക്ഷൻ വെച്ച് പഠിക്കാൻ നോക്കാം എപ്പോഴും. ഓക്കെ, ഉപഭോക്തൃ സംരക്ഷണ നിയമം പ്രകാരം ഉപഭോക്താവിന്റെ അവകാശങ്ങൾ ഇമ്പോർട്ടന്റ് ആവുകയെ നോക്കണം. സുരക്ഷിതത്വത്തിനുള്ള അവകാശം അല്ലെ? സുരക്ഷിതത്വത്തിനുള്ള അവകാശം, അറിയാനുള്ള അവകാശം അല്ലെ?
അതായത് നമുക്ക് ചോദിച്ചറിയാനുള്ള അവകാശമുണ്ട്. ഓക്കെ, അറിയാനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം. അതായത് അവര് തരുന്നത് തന്നെ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകണമെന്നില്ല, നമ്മൾ പറയുന്നത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നതാണ് കൊണ്ടുപോകേണ്ടത്. അപ്പൊ തിരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കപ്പെടാനുള്ള അവകാശം, പ്രാതിനിധ്യത്തിനുള്ള അവകാശം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? സുരക്ഷിതത്വത്തിനുള്ള അവകാശം അല്ലെ, സുരക്ഷിതമാണ്, സുരക്ഷിതത്വത്തിനുള്ള അവകാശം, അറിയാനുള്ള അവകാശം അല്ലെ, അത് അറിയാനുള്ള അവകാശമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് എത്ര രൂപയാണ് നമുക്ക് ചോദിച്ചറിഞ്ഞ ശേഷം വാങ്ങിയാൽ മതി. അപ്പൊ അറിയാനുള്ള അവകാശം, ഇതിനെ പറ്റിയും നമുക്ക് അറിയാനൊരു അവകാശമുണ്ട്. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം, നമുക്ക് തിരഞ്ഞെടുക്കാം, നമ്മൾ കൊണ്ടുപോകാനുള്ളത് അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന കാര്യം നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. കേൾക്കപ്പെടാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിനുള്ള അവകാശം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട അവകാശം ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്താവിന്റെ പ്രധാന അവകാശങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. പിന്നെ പരിഹാരം തേടാനുള്ള അവകാശം, അതായത് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം തേടാനും നമുക്ക് അവകാശമുണ്ട് അവിടെ. ഓക്കെ, ഒരു പ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം തേടാനുള്ള അവകാശം. ഒരു സാധനം കേടാണെങ്കിൽ ഇതിന് പകരം മറ്റൊരു സാധനം, അതായത് കൊണ്ടുപോയി നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് ഇത് കേടാണ്, അപ്പൊ ഇതിന് പകരം എനിക്ക് മറ്റൊന്ന് തരണം, അപ്പൊ അതിനൊരു പരിഹാരം തേടാനുള്ള അവകാശം നമുക്കുണ്ട്. മനസ്സിലാക്കി പഠിച്ചാൽ മതി, കാണാതെ പഠിക്കണ്ട. നമ്മളൊന്ന് സാമാന്യം ആലോചിച്ച് നോക്ക്, നമുക്കത് ചോദിച്ചറിയാനുള്ള അവകാശമുണ്ട്, നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ നമുക്ക് ഒരു സാധനം തന്നു വിട്ടത് കേട് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുപോയി കൊടുത്ത് അതിനുള്ളൊരു പരിഹാരം കാണാനുള്ള അവകാശം നമുക്കുണ്ട്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കി വെക്കാം. ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. ഉപഭോക്തൃ അവകാശങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 2-9 വകുപ്പ് 2-9 എന്ത്? ഉപഭോക്തൃ അവകാശങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ വകുപ്പാണ് വകുപ്പ് 2-9. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേകം നീതിന്യായ സംവിധാനം സ്ഥാപിതമാവുകയും ചെയ്യുന്നതിന് കാരണമായ നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഉപഭോക്താവിന്റെ അവകാശങ്ങൾ എന്തായാലും ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. ഒരു വട്ടം കൂടെ ഞാൻ വായിച്ചു തരാം. സുരക്ഷിതത്വത്തിനുള്ള അവകാശം മനസ്സിലാക്കി വെച്ചാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്ക്, സുരക്ഷിതത്വത്തിനുള്ള അവകാശം നമുക്കുണ്ട്. അതുപോലെ തന്നെ അറിയാനുള്ള അവകാശം, ചോദിച്ചറിയാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം, നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കപ്പെടാൻ പ്രാതിനിധ്യത്തിനുള്ള അവകാശം, അതുപോലെ തന്നെ പരിഹാരം തേടാനുള്ള അവകാശം. ഞാൻ നേരത്തെ പറഞ്ഞു, പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. അപ്പൊ ഈ അവകാശങ്ങള് ഇമ്പോർട്ടന്റ് ആണ്. എന്നാണ് നിലവിൽ വന്നത്? 2020 ജൂലൈ 20. രണ്ടും കണക്ട് ചെയ്ത് വെക്കുക. 2020 ജൂലൈ 20. അപ്പൊ നമ്മൾ പഠിച്ച വർഷങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. വർഷങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. റിപ്പീറ്റ് ചെയ്ത് മനസ്സിലായാലും ഒന്ന് റിവിഷൻ ചെയ്യുക. എപ്പോഴും പഠിച്ച കാര്യങ്ങൾ മൈൻഡിൽ തന്നെ ഒന്ന് റിവിഷൻ ചെയ്താൽ മതി. അത് റിവിഷന് വേണ്ടി പിന്നെയും ബുക്ക് മാറ്റി വെച്ചിരിക്കൊന്നും വേണ്ട, ഒന്ന് മൈൻഡിൽ റിവിഷൻ ചെയ്യുക. കിട്ടാത്ത ഭാഗം ഏതാണ് പെട്ടെന്ന് പോയി നോക്കുക. ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്യുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പറ്റുകയാണെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കുക. അതാകുമ്പോൾ നിങ്ങൾ മനസ്സിൽ പലപ്പോഴും റിവിഷൻ ചെയ്യുമ്പോൾ ഏതാണോ കിട്ടാത്തത് അത് ഓടിപ്പോയി നോക്കാൻ നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ റിവിഷൻ ചെയ്ത് തന്നെ പഠിക്കുക. വർഷങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ കണക്ഷനുകൾ നിങ്ങൾക്ക് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളും ഓരോ ക്ലാസ്സുകളും തീർച്ചയായും കാണുക. ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ, നല്ല അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആവും. നല്ല രീതിയിൽ തന്നെ ഓരോ ക്ലാസ്സിൽ നിന്ന് തന്നെ ഓരോ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു പോകും. പിന്നെ അതുപോലെ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് വരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ മെസ്സേജ് അയച്ച് ബാച്ചിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്.